നാളികേര കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കെയർഫെഡിന്റെ നേതൃത്വത്തിൽ നാളികേര കർഷക സംഗമം സംഘടിപ്പിച്ചു. കെയർഫെഡ് ചെയർമാൻ വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ പഞ്ചായത്തിലെ മുഴുവൻ കർഷകരുടെയും തേങ്ങ കെയർഫെഡ് സംഭരിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർമാൻ പറഞ്ഞു. പ്രവർത്തിപ്പിക്കാൻ കർഷകരുടെ ജാഗ്രതയോടുകൂടി ഇടപെടലുണ്ടാകണം. ഇച്ഛാശക്തിയോടുകൂടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം. അതിൻ്റെ അഭാവങ്ങളുണ്ട്, കുറവുകളുണ്ട്. അത് പരിഹരിക്കാൻ മറച്ചു വയ്ക്കുന്നില്ല. അതൊക്കെ പരിഹരിച്ചു പോകാനുള്ള ശ്രമം നന്നായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ, ചെറുപുഴ പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരം സംഭരിക്കുന്നതിനും സംഭരിച്ചാൽ താമസമില്ലാതെ വില കൈമാറുന്നതിനും കെയർഫെഡിന് പൂർണ്ണ മനസ്സാണുള്ളത്. MD അക്കാര്യങ്ങൾ പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഇതൊന്നും പറയുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കുറ്റ്യാടി വടകര മേഖലകളിലാണല്ലോ കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോഴും അതെല്ലാം വേറെ സ്ഥലങ്ങളിലേക്ക് പോവുകയും നമ്മുടെ പ്ലാന്റുകളിൽ സംസ്കരിക്കാൻ ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഞങ്ങളുടെ അംഗസംഘങ്ങളായ കൃഷിക്കാരുടെ സംഘമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് നല്ല ഉപയോഗിക്കാൻ കഴിയും. കൃഷിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് സഹകരണ സംഘങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷനായി. കെയർഫെഡ് കർഷകർക്ക് കൂടുതൽ സഹായം എത്തിക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് കാഴ്ചപ്പാട്. കെയർഫെഡ് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. പക്ഷെ ചെറുപുഴയിലെ കർഷകർക്ക് കെയർഫെഡ് കൊണ്ട് നേരിട്ട് എന്ത് ഉപയോഗമാണ്, എന്ത് പ്രയോജനമാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് ഇരുത്തി ആലോചിക്കേണ്ട കാര്യമാണ്. നാളികേരത്തിന് വില കുറയുന്ന അവസരത്തിൽ നാളികേരം പച്ചത്തേങ്ങ വാങ്ങുകയും ഉയർന്ന വില തരികയും ചെയ്യുക എന്നുള്ളൊരു പ്രഖ്യാപിത ലക്ഷ്യം കെയർഫെഡിനുണ്ട്. എങ്കിലും ചെറുപുഴ പഞ്ചായത്ത് പോലെയുള്ള പ്രദേശങ്ങളിൽ അത് എത്ര കണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. എൻ്റെ അനുഭവത്തിൽ കെയർഫെഡ് 2 വർഷം മുമ്പ് പച്ചത്തേങ്ങ സംഭരിക്കുന്നതിന് വേണ്ടി ഒരു സൗകര്യമൊരുക്കിയെങ്കിലും അത് അധികകാലം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് നിർത്തിപ്പോകുന്ന സാഹചര്യം. അതിന് പല കാരണങ്ങളുണ്ടാവും. ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് ദയവ് ചെയ്ത് സംശയിക്കരുത്. ഞാൻ എന്താണോ ഇവിടുത്തെ അവസ്ഥ അതൊന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ കെയർഫെഡിന്റെ പ്രവർത്തനം കൊണ്ട് തേങ്ങയ്ക്ക് വില കൂടാൻ വേണ്ടിയിട്ടൊക്കെ കാരണമായിട്ടുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നത്. ഇവിടെ പക്ഷേ ആ വില കർഷകന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം പൂർണ്ണമായും കെയർഫെഡിൻ്റെതാണെന്നൊന്നും ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോൾ ആദ്യത്തെ ഒരു നടപടി എന്ന് പറയുന്നത് കെയർഫെഡിന്റെ ലക്ഷ്യം നിവൃത്തികരിക്കുമ്പോൾ, അതായത് മാർക്കറ്റിംഗിൽ കെയർഫെഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ ചെറുപുഴ പഞ്ചായത്തിലെ കേര കർഷകരെ എങ്ങനെ വിശ്വാസത്തിലെടുത്ത് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നറിയുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രത്യേക താല്പര്യമാണ്. ഇവിടെ മലയോരത്തെ കർഷകരെ സഹായിക്കാൻ കെയർഫെഡ് നവീന പദ്ധതികൾ നടത്തിവരികയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ സാജു കെ സുരേന്ദ്രൻ IAS പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ 2 ദിവസം ആഴ്ചയിൽ എല്ലാ ദിവസവും സംഭരണം ഉറപ്പാക്കുക. 2 സംഭരിച്ച തേങ്ങ അതിന് കൃത്യമായി വില നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുക ഒരു നിശ്ചിത സമയത്തിന്. ഇപ്പൊ നമ്മൾ കെയർഫെഡ് ഫോളോ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് കൊപ്രയുടെ കാര്യത്തിൽ കൊപ്ര നൽകുന്ന ആളുകൾക്ക് ഏതാണ്ട് 10 ദിവസത്തിനകത്ത്
നമ്മൾ അതിന്റെ വില അവരുടെ അക്കൗണ്ടിലേക്ക് നൽകാറുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെ 10 ദിവസത്തിനകത്ത് തേങ്ങ നൽകുന്ന കർഷകന്റെ അക്കൗണ്ടിലേക്ക് അതിന്റെ വില കൃത്യമായിട്ട് എത്തുക എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ കളക്ഷൻ സെന്ററും അതുപോലെ തന്നെ അതിന്റെ വിലയും ഈ വില നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ വിലയാണ്. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ സാധാരണഗതിയിൽ, എനിക്ക് മറ്റു ചുമതലകൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, സാധാരണഗതിയിൽ ഇപ്പോൾ പച്ചക്കറി മാർക്കറ്റുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരാഴ്ചത്തേക്കുള്ള വില നമ്മളൊരു കമ്മിറ്റി, അതിൽ കർഷകരുടെ പ്രതിനിധികളുണ്ടാവും, കൃഷി വകുപ്പിന്റെ കൃഷി ഓഫീസർ അടങ്ങുന്ന ആളുകളുണ്ടാവും, ഞങ്ങളുടെ KRFED ആളുകളുണ്ടാവും. അങ്ങനെ എല്ലാ അസോസിയേറ്റഡ് ആളുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരാഴ്ചത്തേക്ക് ഒരു വില നിശ്ചയിച്ച് ആ വിലയ്ക്ക് ആ ആഴ്ചയിലെ 2 ദിവസവും സ്വീകരിക്കുകയും വീണ്ടും അടുത്ത ആഴ്ച ഈ കമ്മിറ്റി തന്നെ ചുറ്റുവട്ടത്തുള്ള മാർക്കറ്റുകൾ, അതുപോലെ ഇനി വരാൻ പോകുന്ന പ്രൊഡക്ഷനെ സംബന്ധിച്ചിട്ടുള്ള ഡേറ്റ ഇതെല്ലാം എടുത്തുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു വില നിശ്ചയിച്ച് പച്ചക്കറിക്കൊക്കെ ഉള്ളതുപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് കൃഷി വകുപ്പിന്റെയും ഒക്കെ സഹായങ്ങൾ ആവശ്യമുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഫാമേഴ്സ് രജിസ്ട്രി നല്ല രീതിയിൽ കൃഷി ഓഫീസറുണ്ട്. കൃഷി ഓഫീസർക്ക് കൂടുതൽ പറയാൻ പറ്റുമായിരിക്കും. KRFED വൈസ് ചെയർമാൻ K. ശ്രീധരൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം CBM തോമസ്, കൃഷി ഓഫീസർ P. അഞ്ജു, KRFED അക്കൗണ്ടന്റ് PR രതീഷ് എന്നിവർ സംസാരിച്ചു. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംപെക്സ്, PGN, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.